പ്രേക്ഷകരെ പല വലിയ അപകടങ്ങളും കേരളം കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ നെഞ്ചുലച്ച ദുരന്തമായിരുന്നു കരിക്കകം. 2011 ഫെബ്രുവരി 17-നാണ് ഒരു സ്കൂൾ ബസ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ അന്ന് 7 വിദ്യാർത്ഥികളും ഒരു ആയയും മരണപ്പെട്ടു. അമിത വേഗത്തിൽ പാഞ്ഞ വാനാണ് അപകടത്തിൽപ്പെട്ടത്. പേട്ട ലിറ്റിൽ ഫ്ലവർ കിൻഡർ ഗാർട്ടനിലേക്കുള്ള യാത്രയിലായിരുന്നു അന്ന് അപകടം സംഭവിച്ചത്. ഇന്ന് ആ സ്ഥലത്ത് നിന്ന് അരുൺ സോളമൻ ചേരുകയാണ്. അരുൺ, വലിയൊരു ദുരന്തം, അതിന്റെ ഓർമ്മ ചില പ്രേക്ഷകർക്കെങ്കിലും ഉണ്ടാകും. 7 വിദ്യാർത്ഥികളെയും ഒരു ആയയെയും നഷ്ടപ്പെട്ട മരണമാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ദുരന്തത്തെ കേട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. ഏറെ നഷ്ടം സംഭവിച്ചു. അന്നത്തെ അപകടത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ കഴിയും? അന്ന് ആ റോഡിന്റെ പ്രത്യേകത എന്താണ്? എന്തായിരുന്നു ആ അപകട കാരണം? റോഷ്നി, ഞാൻ ഇന്ന് നിൽക്കുന്നത് ഈ കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്തെ ഈ പാർവതി പുത്തനാർ ഒഴുകുന്ന ഈ തൊട്ടടുത്തുള്ള റോഡിലാണ്. 2011 ഫെബ്രുവരി 17 അത് മലയാളികൾ മറക്കാനിടയില്ല. കാരണം സംസ്ഥാനത്തെ ഒന്നടങ്കം വരുന്ന മലയാളികൾ ഏറെ ഞെട്ടലോടുകൂടി ആ പുലർച്ചെ കേട്ട വാർത്തയായിരുന്നു ആ സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച ഒമനി വാൻ അപകടത്തിൽപ്പെട്ടത്. ആ വാൻ ഓടിച്ചിരുന്നത് 19 വയസ്സുള്ള ഒരു ഡ്രൈവർ ആയിരുന്നു എന്നുള്ളതാണ്. ആ ഡ്രൈവറുടെ പ്രായം 19 വയസ്സായിരുന്നു. ഡ്രൈവറിന്റെ അമിതമായിട്ടുള്ള വേഗതയും അശ്രദ്ധയുമായിരുന്നു ഈ അപകട കാരണമെന്നുള്ളതാണ് കണ്ടുനിന്ന നാട്ടുകാരൊക്കെയും പറഞ്ഞത്. നമ്മൾ നിൽക്കുന്ന ഈ റോഡിൽ നിന്നും പേട്ട ലിറ്റിൽ ഫ്ലവർ ഈ കിൻഡർ ഗാർഡനിലേക്ക് അമിത വേഗത്തിലെത്തിയ ഈ വാൻ ഈ ഭാഗത്ത് അന്ന് ഈ കൈവരികളില്ല. ഈ അപകടത്തിന് ശേഷമാണ് പിന്നീട് ഈ കൈവരികൾ വെച്ചത്. പകരം അന്നുണ്ടായിരുന്നത് മരങ്ങളായിരുന്നു. ഈ മരങ്ങളുടെ വേരുകൾ റോഡിലേക്ക് വരികയും ഈ ടാറിട്ട് പോയപ്പോൾ തന്നെ ആ വേരിന് മുകളിൽ കൂടിയാണ് ടാറിട്ട് പോയി എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും അന്ന് പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ ഈ അമിത വേഗത്തിലെത്തിയ ഈ വാഹനം ഈ ഭാഗത്തേക്ക് വന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇപ്പോൾ ഈ പായൽ പിടിച്ചു കിടക്കുന്ന ഇവിടെയാണ് അന്ന് നിലംപൊത്തി വീണത്. പക്ഷേ ഏറെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം, ഈ പാർവതി പുത്തനാർ പോലും ശുദ്ധമല്ല, അല്ലെങ്കിൽ ഇന്നും മലിനമായി കിടക്കുന്നു. നമ്മൾ ഈ വർഷങ്ങൾക്കിപ്പുറം 15 വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴും ആ പാർവതി പുത്തനാറിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് രക്ഷാപ്രവർത്തനത്തിന് വളരെ തടസ്സമായി നിന്നതും ഈ പാർവതി പുത്തനാറിലെ ഈ കുളവാഴ അടക്കമുള്ള ഈ പായലുകൾ വലിയൊരു തടസ്സമായി നിന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ രക്ഷപ്പെട്ട ഒരു കുഞ്ഞ്, പിന്നീട് ആകെ ഉണ്ടായിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടിരുന്നു, അതിലുണ്ടായിരുന്ന ഒരു കുട്ടി രക്ഷപ്പെട്ടു. പക്ഷേ അപകടനില തരണം ചെയ്ത് 7 വർഷക്കാലം ജീവിച്ച ഇർഫാൻ പിന്നീട് 2018-ലാണ് മരണപ്പെട്ടത്. നമുക്കൊപ്പം റോഷ്നി, ആ ഒരു ദുരന്ത വാർത്ത ഇന്നലെ ഇത് സംഭവിച്ച വാൽപ്പാറ ദുരന്തം വരുമ്പോൾ തന്നെ തലസ്ഥാനത്തെ ഒന്നടങ്കം വരുന്ന മലയാളികളും ഓർത്തെടുക്കുന്ന ഒരു ദുരന്തം കൂടിയാണ് പ്രത്യേകിച്ചും ഈ കരിക്കകത്ത് സംഭവിച്ചത്. നമുക്കൊപ്പം മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള UG കുമാരനുണ്ട്. ചേട്ടാ, അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? തികച്ചും ഈ സംഭവം നടന്നിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രാദേശികവാസി എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. തികച്ചും കുറച്ച്, അതായത് പ്രീ പ്രൈമറി സ്കൂളിൽ, അത് പ്ലേ സ്കൂളിലെ കുട്ടികളിലാണ് മരണപ്പെട്ടത്. അന്ന് ഏകദേശം 6 കുട്ടികൾ മരണപ്പെടുകയും അതോടൊപ്പം ഒരു ആയ മരണപ്പെടുകയും ചെയ്തു. ബിന്ദു എന്ന് പറഞ്ഞ ആയ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട ഇർഫാൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 വർഷക്കാലം ചികിത്സയിലായിരിക്കുകയും അതിനുശേഷം അദ്ദേഹം ആ കുട്ടിയും മരണപ്പെടുകയുണ്ടായി. അന്ന് നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് നല്ല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആ വലിയൊരു ദുരന്തത്തിനെ നമുക്ക് ലഘൂകരിക്കാൻ സാധിച്ചു. അതിന് പറഞ്ഞ ഒരു കാര്യം കൂടി, ഇതിപ്പോൾ പൊട്ടി നിൽക്കുകയാണ്. ഇത് ഏതെങ്കിലും വാഹന അപകടം നടന്നതാണോ പിന്നീട്? അത് യാദൃച്ഛികമായിട്ട് നമുക്ക് പറയാനുള്ളത്, അന്നത്തെ സർക്കാർ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ അനുവദിക്കുകയും അന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടി കണക്ക് നടക്കുകയും പല ഭാഗത്തും, ഇന്നും പാർവതി പുത്തനാറിൻ്റെ പല ഭാഗത്തും ഈ സംരക്ഷണ ഭിത്തി ഒരു ശോചനീയ അവസ്ഥയിലാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജനവാസ മേഖലയുള്ള ഒരു കരയെന്ന് പറയുന്നത് ആ പ്രദേശത്ത് പൂർണ്ണമായിട്ട് തന്നെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായതിന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. അപ്പം അതിനെക്കുറിച്ചല്ല ഒരു ശാശ്വത പരിഹാരം കാണണം. പൊതുജനത്തിന് വേണ്ടി നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. റോഷ്നി, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, അന്ന് ഈ അപകടം നടന്നതിന് ശേഷം ഇവിടുത്തെ ബാലഗോകുലം ഈ കുട്ടികളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഈ സ്മാരകമാണ്. ഇപ്പോൾ ഇതിൽ 7 പേരുടെ പേരുകൾ നമുക്ക് കാണാം. ആർഷ, ബൈജു, ജിനാൻ, ഹസിമുദ്ദീൻ, മാളവിക. ഈ ബിന്ദു എന്ന് പറയുന്നത് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആയയായിരുന്നു. പിന്നീടുള്ളത് ഉജ്ജൽ ബാബു, റാസിഖ്, അച്ചു. ഇതിൽ പിന്നീടാണ് 2018-ലാണ് ഇർഫാൻ മരണപ്പെടുന്നത്. ഇതിലിപ്പോൾ 7 പേരുടെ പേരുകൾ നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും. ഒരിക്കലും ഈ നാട്ടുകാർക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അത്രമാത്രം വേദന ഇവിടുത്തെ ഓരോ രക്ഷകർത്താക്കളുടെയും ഉള്ളിൽ പതിച്ച ഒന്നുകൂടിയായിരുന്നു. എന്തായാലും ഇന്നലെ വാൽപ്പാറിലെ ദുരന്തം
വരുമ്പോൾ ഇത് പെട്ടെന്ന് ഓർത്തിരുന്നോ? ഇതിന് 100%. കാര്യം ആ സമയത്ത് ഇവിടെ ഈ കരിക്കകത്തുള്ള മുഴുവൻ ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. നമ്മൾ അത് അറിഞ്ഞ സമയത്ത് നമുക്കൊരു വിഷമമാണ്. കാര്യം ഇത്രയും ആൾക്കാർ പെട്ടെന്ന് ജീവൻ പൊലിയുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഓർമ്മയാണ് പെട്ടെന്ന് വരുന്നത്. അന്ന് ഇതിന്റെ അകത്ത് കിടക്കുന്ന ഈ ചെളി, മാരകമായ ഈ ചെളി കാരണം രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം പറയുന്ന വാക്കുകളിലെല്ലാം ഉണ്ട്. ഒരുപക്ഷെ 2011 നടന്ന ഒരു അപകടം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയാനാണ്. ആ നാട്ടുകാർ ഒരിക്കലും ആ അപകടം മറന്നേക്കില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിപ്പോൾ ഹൈ റേഞ്ചിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല, ഏതൊരു പാതയിലൂടെ യാത്രയാണെങ്കിലും ഡ്രൈവിംഗ് അറിഞ്ഞാൽ മാത്രം കാര്യമില്ല. ആ പ്രദേശത്തെക്കുറിച്ച് അറിയണം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അപകടക്കെണി ഉണ്ടോ എന്നറിയണം, ഏതെങ്കിലും ബോർഡുകൾ ഇല്ലെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ഈയിടത്തു നിന്ന് മുൻപ് നടന്ന ഒരു അപകടത്തിന്റെ ഓർമ്മകളാണ് അരുൺ സോളമൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.